വല്ലാത്ത നടുക്കത്തോടെ ജിനി പാർവണിയെ നോക്കി. ഞെട്ടിയോ? ശ്രീധർ മാധവ്, അതാ അയാളുടെ പേര്. ഒരു കാലത്ത് എല്ലാം കൊടുത്ത് ഈ പൊട്ടിപ്പെണ്ണ് സ്നേഹിച്ചയാൾ. പാറു, നീ എന്താ? വിശ്വാസമാവണില്ലേ? സത്യാട്ടോ, ദാ ഈ താലി എൻ്റെ കഴുത്തിൽ കെട്ടിയ മനുഷ്യൻ, പിന്നെ എൻ്റെ കുഞ്ചൂസിൻ്റെ അച്ഛൻ. ജിനി അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി നിന്നു. നീ എല്ലാം അറിയണം ജിനി, നിന്നോടെങ്കിലും എനിക്കെല്ലാം പറയണം. ജിനി എല്ലാം അറിയാനായി അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി നിന്നു. സ്വന്തം വീട് കൺമുന്നിൽ അന്യമാവുന്നത് കണ്ടതാ ഞാൻ. അച്ഛന് വിധേയരായി നിന്നവർ അധികാരം ഏറ്റെടുത്തപ്പോൾ അവിടെ ഒരു ജോലിക്കാരി മാത്രമായി ഞാൻ മാറി. അന്നും കൂടിയതാ ജനി ഈ നശിച്ച പേടി. ഒന്നുറക്കെ സംസാരിക്കാൻ, മനസ്സ് എത്ര പൊള്ളിപ്പിടിയുമ്പോഴും എതിർക്കാൻ ഒന്നും കഴിവില്ലാത്ത പൊട്ടി പെണ്ണായി മാറിയത് അവിടുത്തെ അടുക്കള പുറത്ത് കിടന്ന എല്ലാവരെയും ഭയമായിരുന്നു. അമ്മാവൻ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടു പോയപ്പോൾ കരുതി ഇനി വരുന്നത് നല്ല നാളുകളാവും. എൻ്റെ നേരെ കനിവുള്ളത് പക്ഷെ അമ്മാവനും അമ്മൂമ്മയ്ക്കും മാത്രമായിരുന്നു. ഭാരമായി തീരാൻ മാത്രം എന്നെയും കൊണ്ട് വന്ന അമ്മാവനെ എന്നും അമ്മായി പ്രാകുന്നുണ്ടെങ്കിൽ അവരുടെ എന്നോടുള്ള മനോഭാവം പറയേണ്ടതില്ലല്ലോ. ഒടുവിൽ കഴിക്കുന്ന ഭക്ഷണത്തിന് പോലും വില പറയാൻ തുടങ്ങി. എങ്ങനെയൊക്കെയോ ബികോം പാസ്സായി, അതും നല്ല മാർക്കോടെ. മാധവമാമ ഇടയ്ക്ക് കാണാൻ വന്നു, അച്ഛൻ്റെ സുഹൃത്ത്. ഇടയ്ക്ക് അച്ഛനുള്ളപ്പോൾ ഭാര്യയെയും മകനെയും കൂട്ടി ഇല്ലത്ത് വരുമായിരുന്നു. വലിയ ബിസിനസ്സുകാരൻ. എന്നെ കാണാൻ വന്നപ്പോൾ ഔചിത്യം നോക്കാതെ എനിക്കൊരു ജോലി തരാമോ എന്ന് ഞാൻ ചോദിച്ചു. നാളെ തന്നെ വന്നോളാൻ പറഞ്ഞു. അവിടെ മകനുണ്ടാവും, മാധവമാമ എല്ലാം പറഞ്ഞ് ശരിയാക്കാമെന്നും പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ചെന്നു. മുങ്ങി താഴ്ന്നേരം കിട്ടിയ കച്ചിത്തുരുമ്പായിരുന്നു എനിക്ക് ആ ജോലി. നേരെ മാനേജിംഗ് ഡയറക്ടറുടെ ക്യാബിനിലെത്തി. അനുവാദം ചോദിച്ച് കയറിയപ്പോൾ കണ്ടു തിളക്കമാർന്ന 2 കടുങ്കാപ്പി മിഴികൾ. അവ എന്നെ കണ്ട് ഒന്നുകൂടി തിളക്കമാർന്നതായി തോന്നി. കവളിൽ നുണക്കൂടി തെളിയിച്ച് എനിക്ക് ഒരു പുഞ്ചിരി സമ്മാനിച്ച് വരാൻ പറഞ്ഞു. സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുമ്പോഴും കണ്ടിരുന്നു ആദ്യമായി എന്നിലേക്ക് പാളി വീഴുന്ന 2 മിഴികൾ. തൽക്കാലം ബില്ലിങ്ങിലിരുന്നോളൂ, അഡ്മിനിൽ വേക്കൻസി നോക്കി നമുക്ക് അങ്ങോട്ട് മാറാം. താങ്ക് യു സാർ എന്ന് പറഞ്ഞ് പോകാനാണ് എന്നെ. വീണ എന്ന് വിളിച്ചപ്പോൾ വേഗം തിരിഞ്ഞു നോക്കി. അച്ഛനും അമ്മയ്ക്കും മാത്രമാണ് ഞാൻ വീണ, പിന്നെ എല്ലാവർക്കും പാർവണയും പാറുവും ഒക്കെയാണ്. എന്താടോ കണ്ണു നിറഞ്ഞത് എന്ന ചോദ്യമാണ് ആ വിളി എൻ്റെ മിഴികളിൽ നനവ് പടർത്തിയെന്ന് മനസ്സിലാക്കി തന്നത്. ഏയ് ഒന്നുമില്ല സാർ. വീണ, താൻ എന്നെ മുമ്പ് എന്താ വിളിച്ചിരുന്നേ? ശ്രീയേട്ടൻ. ആ, അത് തന്നെ ഇവിടെ മതി, മനസ്സിലായോ? അതും പറഞ്ഞ് തിരികെ നടക്കുമ്പോൾ മനസ്സ് നിറയെ ആ കരിങ്കാപ്പി മിഴികളായിരുന്നു. അലിവോടെയുള്ള ആ വാക്കുകളായിരുന്നു. എന്തോ ഒരു സനാതത്വം ഫീൽ ചെയ്യുകയായിരുന്നു. പ്യൂൺ കാണിച്ചു തന്ന സീറ്റിൽ പോയിരുന്നപ്പോഴും അയാളെപ്പറ്റി മാത്രം ചിന്തിക്കുകയായിരുന്നു. തന്നെക്കാൾ 10 വയസ്സ് മൂത്തയാൾ, പണ്ട് ഹൃദ്യമായി എല്ലാവരോടും ചിരിച്ച് സംസാരിക്കുന്ന കരിങ്കാപ്പി കണ്ണുള്ളവൻ. അന്ന് ശ്രദ്ധിച്ചിരുന്നു തന്നോട് മാത്രം ആ കണ്ണുകളിൽ എന്തോ ഒരു പ്രത്യേകത. വരുമ്പോഴൊക്കെയും തനിക്കായി ഇഷ്ടപ്പെട്ട എന്തെങ്കിലും മറക്കാതെ കയ്യിൽ കരുതിയിരുന്നവൻ. പോകാൻ നേരം സങ്കടക്കടൽ കണ്ണിൽ ഒളിപ്പിച്ച് ചുണ്ടിലെ ചിരിയാൽ യാത്ര ചോദിച്ചവൻ. പിന്നെ ശ്രീയേട്ടൻ ഇല്ലത്തേക്ക് വരാതെയായി. എങ്കിലും മാധവൻ മാമ ഇല്ലത്ത് വരുമ്പോൾ പ്രതീക്ഷയുടെ മിഴികൾ പുറകിലേക്ക് പായും. കുസൃതി ഒളിഞ്ഞിരിക്കുന്ന കണ്ണുകൾ തിരയും. വർഷങ്ങളായി കണ്ടിട്ട് ആൾക്ക് മാറ്റം വന്നെങ്കിലും ആ കണ്ണുകൾ എപ്പോഴും അതുപോലെ. ആരൊരുമില്ലാത്ത പെണ്ണിന് അയാൾ അത്ഭുതമായി. പിന്നെ സങ്കടങ്ങൾ കരയിച്ചപ്പോൾ മിഴികൾ തുടച്ചു. സന്തോഷത്തിൽ കൂടി നിന്നു. കരുതലാൽ പെണ്ണിൻ്റെ കരുത്തായി മാറി. അമ്മായിക്ക് കിട്ടുന്ന പണം മുഴുവൻ കൊടുക്കണം. കുത്തുവാക്കും വാലിപ്പണുകളും തുടർന്നുവെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ സമാധാനം തോന്നിയിരുന്നു. എൻ്റെ കൂടെ അധ്വാനമല്ലേ എന്ന്. ഒരു ദിവസം ക്യാബിനിലേക്ക് വിളിപ്പിച്ച് എന്നോട് തുറന്നു പറഞ്ഞു ആ മനസ്സ് മുഴുവൻ ഞാൻ മാത്രമാണെന്ന്. പേടിയിൽ തള്ളണോ കൊള്ളണോ എന്നറിയാതെ നിന്നു ഞാൻ. ശരിക്കും പേടിയായിരുന്നു, അർഹതയില്ലാത്തത് തട്ടിയെടുക്കുകയാണോ എന്ന്. പക്ഷെ എൻ്റെ എല്ലാ ആശങ്കകളും സാവധാനം പ്രണയത്തിന് വഴിമാറി. പിന്നെ സ്വർഗം പോലെ കുറേ നാളുകൾ. ഇതിനിടയിൽ ഒരു ദിവസം പറഞ്ഞു ഒരു യാത്ര പോകണമെന്ന്. വീട്ടിൽ കോൺഫറൻസ് ടൂർ ആണെന്ന് പറഞ്ഞു വരാൻ. ഒപ്പം എനിക്ക് ഒരു സർപ്രൈസ് ഉണ്ടെന്നും. ആദ്യം എതിർത്തെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി. കൂടെ ചെന്നു. ഡോ, താൻ എന്തിനാ ഇങ്ങനെ നെർവസ് ആവുന്നേ? ശ്രീയേട്ടാ, ഞാൻ ആദ്യമായിട്ടാ വീട്ടിൽ നിന്ന് ഇങ്ങനെ കൂടെ ആരുമില്ലാതെ. ആരും കൂടെയില്ലെന്നോ? ഒരു 6 അടി 2 ഇഞ്ച് മനുഷ്യൻ ഇങ്ങനെ കൂടെ ഇരുന്നിട്ട് ആരുമില്ലെന്നോ? അതല്ല, വീട്ടിലെ ആരുമില്ലല്ലോ, അതാ. അത് ശരി, അപ്പോൾ ഞാനാരുമല്ല അതല്ലേ? അയ്യോ അങ്ങനല്ല, പിന്നെ എങ്ങനാ? പെട്ടെന്ന് കാർ നിന്നത് കണ്ട് പരവേശത്തോടെ ആ മുഖത്തേക്ക് നോക്കി. അപ്പോഴേക്കും ആ കൈക്കുമ്പിളിലാക്കിയിരുന്നു എൻ്റെ മുഖം. പേടിയുണ്ടോ തനിക്ക്? ഇല്ലെന്ന് തലയാട്ടിയപ്പോൾ ആ മുഖം എൻ്റെ മുഖത്തോട് അടുത്തു വന്നിരുന്നു. മെല്ലെ ആദരങ്ങൾ എൻ്റെ നെറുകയിൽ പ്രണയാദ്രമായി അമർന്നത് ഞാൻ അറിഞ്ഞു. മിഴികൾ കൂമ്പിയടഞ്ഞു. അപ്പോഴേക്കും ആ ആദരങ്ങൾ വീണ്ടും മുഖത്തേക്ക് ഓടി നടന്നിരുന്നു. ഒടുവിൽ അതിൻ്റെ ഇണയെ കണ്ടെത്തി. കുറച്ച് വേറിഞ്ഞ് മാറിയപ്പോൾ ശ്വാസം വലിച്ചെടുത്തു ഞാൻ.
പിന്നെ ആ മുഖത്ത് നോക്കാൻ കഴിയാതെ തല താഴ്ത്തിയിരുന്നു. ഇടയ്ക്കൊന്ന് പാളി നോക്കിയപ്പോൾ കണ്ടിരുന്നു കുസൃതി ചിരിയോടെ ട്രൈ ചെയ്യുന്ന കരിങ്കാപ്പി കണ്ണുകാരനെ. വണ്ടി നേരെ ചെന്നത് ഒരു ഉമാമഹേശ്വര ക്ഷേത്രത്തിലേക്കായിരുന്നു. ആ നടയിൽ വെച്ച് ഈ താലി എൻ്റെ കഴുത്തിൽ കെട്ടിത്തന്നു. മിഴുനീർ പൊഴിച്ച് മുക്കോടി ദൈവങ്ങൾക്കു നന്ദി പറയായിരുന്നു ഞാൻ. ഒരു നുള്ളു കുങ്കുമത്താലിൻ്റെ സീമന്തരേഖ ചുമന്നപ്പോൾ ഉള്ളിൽ തട്ടി പ്രാർത്ഥിക്കുകയായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ടതുപോലെ ഇനി ഇതും എന്നിൽ നിന്ന് തട്ടിപ്പറിക്കരുതേ എന്ന്. നേരെ പോയത് ശ്രീയേട്ടൻ്റെ തന്നെ ഒരു ഗസ്റ്റ് ഹൗസിലേക്കായിരുന്നു. അവിടെ ഞങ്ങൾ 5 ദിവസം ഭാര്യ ഭർത്താക്കന്മാരായി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസങ്ങൾ. പിന്നെ കണ്ണീർ മാത്രമാകും ബാക്കിയെന്നറിയാതെ മനസ്സ് മറന്ന് ആഘോഷിച്ചു. തിരിച്ചു പോരുമ്പോൾ രണ്ടാളുടെയും കണ്ണിൽ സങ്കടത്തിൻ്റെ കടലാഴങ്ങൾ പരസ്പരം കണ്ടു. അച്ഛനെയും അമ്മയെയും കൂട്ടി വരാമെന്ന് പറഞ്ഞ് എന്നെ വീട്ടിന് മുന്നിൽ ഇറക്കി തന്നു. പിറ്റേ ദിവസം ശ്രീയേട്ടൻ പറഞ്ഞ പ്രകാരം ഞാൻ ഓഫീസിൽ ചെന്ന് രാജി എഴുതി കൊടുത്തു. വിവാഹാലോചനയുമായി വരുന്നവരെ കാത്ത് പടികൾ കണ്ണും നട്ടിരുന്നു. ജനിക്ക് കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു. കോടീശ്വരനായ ധ്രുവ് സാർ താലി കിട്ടിയവൾ. ഇങ്ങനെ ആരുമില്ലാതെ കരയുകയായിരുന്നു പാറു. മെല്ലെ ജെനി അവളുടെ തോളിൽ കൈമുറുക്കി. പിന്നെ എങ്ങനെ മോളെ നീ? പറയാം, എല്ലാം പറയാം ജെനി. എനിക്ക് ആരോടെങ്കിലുമൊക്കെ പറയണം. എന്നിട്ട് മനസ്സ് തുറന്ന് കരയണം. സങ്കടമൊക്കെ ഒഴുക്കി കളയണം. ഇനി വയ്യടാ, ഒക്കെ ഉള്ളിൽ ഒതുക്കാൻ ഇനി വയ്യ. തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കണേ.